ഭാരതീയ ജനതാ പാർട്ടി എന്ന ബി.ജെ.പിയുടെ എം.പിയും നടിയുമായ കങ്കണ റണാവത്തിനെ കൊണ്ട് ബി.ജെ.പി സാഹികെട്ടു. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ വിളിച്ചു പറഞ്ഞ് ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെയും വെറുപ്പ് പിടിച്ചു പറ്റിയ ആളാണ് കങ്കണ. പണ്ട് കർഷക സമരത്തിനെതിരെ അവർ രംഗത്തെത്തിയിരുന്നു. അതിന് മറുപടിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ എയർപോർട്ടിൽ വെച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥയുടെ കയ്യിൽ നിന്ന് ലഭിച്ച മർദ്ദനം. ഇപ്പോഴത്തെ വീണ്ടും കർഷകരുമായി ബന്ധപ്പെട്ട് കങ്കണയുടെ വിവാദ പ്രസ്താവന രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. പഞ്ചാബിൽ കർഷക പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അക്രമികൾ അക്രമം നടത്തുകയാണെന്നും അവിടെ ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നുവെന്നുമാണ് കങ്കണ റണാവത്ത് പറഞ്ഞത്. കങ്കണയുടെ പ്രസ്താവനയ്ക്കെതിരെ യുണൈറ്റഡ് കിസാൻ മോർച്ചയെ കൂടാതെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മറ്റു പാർട്ടികളും ബി.ജെ.പിയെ രൂക്ഷമായി ആക്രമിക്കുകയാണ്. എന്തിനു പറയുന്നു? ബി.ജെ.പിയും തലയിൽ കൈവച്ചു കഴിഞ്ഞു. മാണ്ഡി എം.പിയോട് വായ തുറക്കരുതെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് ബി.ജെ.പി ഇപ്പോൾ. കങ്കണയുടെ അഭിപ്രായത്തോട് ബി.ജെ.പിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ കൂടാതെ പാർട്ടി നേതാവ് രാഹുൽ ഗാന്ധിയും കങ്കണയെ പേരെടുത്ത് പറയാതെ വിമർശിച്ചു. കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ട മോദി സർക്കാരിൻ്റെ പ്രചരണ യന്ത്രം നിരന്തരം കർഷകരെ അപമാനിക്കുന്ന തിരക്കിലാണെന്നും പറഞ്ഞു. മോദിയുടെ പ്രചരണ യന്ത്രം, നല്ല ഉപമ. കങ്കണയ്ക്ക് ഇതിലും നല്ല ഉപമയില്ല എന്നുള്ളത് മറ്റൊരു സത്യം. ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തുകയും ചെയ്തു. ഈ നാണുകെട്ട കർഷക വിരുദ്ധ വാക്കുകൾ പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് എന്നിവയുൾപ്പെടെ രാജ്യത്തെ മുഴുവൻ കർഷകർക്കും കടുത്ത അപമാനമാണ്. ഇതൊരു സാഹചര്യത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കർഷക സമരം പിൻവലിച്ചപ്പോൾ രൂപീകരിച്ച സർക്കാർ കമ്മിറ്റി ഇപ്പോഴും കോൾഡ് സ്റ്റോറേജിലാണ്. MSP സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കാൻ സർക്കാരിന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. വീരമൃത്യു വരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകിയിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കർഷകരെയും അതിനുമപ്പുറം അവരുടെ സ്വഭാവത്തെയും തുടർച്ചയായി അപമാനിക്കുകയാണ്. അന്നദാതാക്കളെ അനാദരിച്ചും അവരുടെ അന്തസ്സിന് നേരെ ആക്രമണം നടത്തിയും മോദി സർക്കാർ കർഷകരോട് കാണിച്ച വഞ്ചന മറച്ചുവെക്കാനാകില്ല. നരേന്ദ്രമോദിയും ബി.ജെ.പിയും എത്ര ഗൂഢാലോചന നടത്തിയാലും കർഷകർക്ക് MSPയുടെ നിയമപരമായ ഗ്യാരണ്ടി ലഭിക്കുക തന്നെ ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കങ്കണയുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രംഗത്തെത്തി. അദ്ദേഹം ബി.ജെ.പിയെയും പ്രധാനമന്ത്രി മോദിയെയും കടന്നാക്രമിച്ചു. പാർലമെന്റിൽ പ്രധാനമന്ത്രി മോദി തന്നെ കർഷകരെ പ്രക്ഷോഭകരും പരാന്നഭോജികളും എന്ന് അവഹേളിച്ചു. പാർലമെന്റിൽ രക്തസാക്ഷികളായ കർഷകർക്കു വേണ്ടി 2 മിനിറ്റ് മൗനം ആചരിക്കാൻ പോലും വിസമ്മതിച്ചു. MSP, കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ കമ്മിറ്റി രൂപീകരിക്കുമെന്ന തെറ്റായ വാഗ്ദാനവും മോദി നൽകിയിരുന്നു. മോദിക്കിതെല്ലാം സ്വയം ചെയ്യാൻ കഴിയുമ്പോൾ രക്തസാക്ഷികളായ കർഷകരെ അവഹേളിക്കുകയാണ് മോദി. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരിൽ നിന്ന് രാജ്യം മറ്റെന്താണ് പ്രതീക്ഷിക്കുന്നത്? ലജ്ജാകരവും അങ്ങേയറ്റം അപലപനീയവുമായ കർഷക വിരുദ്ധ പ്രത്യയശാസ്ത്രമാണ് മോദി സർക്കാരിൻ്റെ DNA എന്നും ട്വിറ്ററിൽ ഖാർഗെ കുറിച്ചു. 13 മാസം നീണ്ട കർഷക സമരത്തിൽ 400 കർഷക സംഘടനകളും ലക്ഷക്കണക്കിന് കർഷകരും ഉണ്ടായിരുന്നിട്ടും അക്രമ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് കങ്കണയുടെ പ്രസ്താവനയെ വിമർശിച്ച് കർഷക നേതാവ് രാകേഷ് ടിക്കായത്ത് പറഞ്ഞു. കർഷകരുടെ സംയമനം നഷ്ടപ്പെടുത്തരുത്, ബില്ലുകൾ തിരികെ നൽകി. ഇത് സംബന്ധിച്ച ബി.ജെ.പി എം.പി കങ്കണ റണാവത്തിൻ്റെ പ്രസ്താവന രാജ്യത്തെ രക്തസാക്ഷികളായ കർഷകർക്കും മറ്റു കോടിക്കണക്കിന് കർഷകർക്കും അപമാനമാണ്. ഇതിൽ ഏറ്റവും വലിയ രസമെന്ന് പറയുന്നത് ബി.ജെ.പി കങ്കണയ്ക്കെതിരെ രംഗത്തെത്തി എന്നുള്ളതാണ്. പഞ്ചാബിൽ കർഷക പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അക്രമികൾ അക്രമം നടത്തുകയാണെന്നും അവിടെ ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നുവെന്നും കങ്കണ റണാവത്ത് പറഞ്ഞതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് ബി.ജെ.പി രംഗത്തെത്തി കഴിഞ്ഞു. ഭാവിയിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തരുതെന്ന് മാണ്ഡി എം.പിയോട് പാർട്ടി നിർദ്ദേശിച്ചതായി ബി.ജെ.പിയുടെ കേന്ദ്ര മാധ്യമ വിഭാഗം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. കർഷക സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബി.ജെ.പി എം.പി കങ്കണ റണാവത്ത് നടത്തിയ പ്രസ്താവന പാർട്ടിയുടെ അഭിപ്രായമല്ലെന്നും ഈ പ്രസ്താവനയിൽ പറയുന്നു. കങ്കണ റണാവത്തിൻ്റെ പ്രസ്താവനയിൽ ബി.ജെ.പി വിയോജിപ്പ് രേഖപ്പെടുത്തി. പാർട്ടിയെ പ്രതിനിധീകരിച്ച് പാർട്ടി നയവിഷയങ്ങളിൽ സംസാരിക്കാൻ കങ്കണ റണാവത്തിന് അനുവാദമോ അധികാരമോ ഇല്ല. ഭാവിയിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തരുതെന്ന് കങ്കണ റണാവത്തിന് ബി.ജെ.പി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ ഓരോന്ന് വിളിച്ചു പറയുന്ന കങ്കണയുടെ രീതി ബി.ജെ.പിക്ക് വലിയ തലവേദനകളാണ് വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതോടെ അതിനൊരു അവസാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കങ്കണയുടെ പ്രസ്താവനയ്ക്കെതിരെ ബി.ജെ.പി തന്നെ രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഇനി കങ്കണ മിണ്ടാൻ സാധ്യതയില്ല. ബി.ജെ.പിയെ സ്നേഹിക്കുകയാണെന്ന് വരുത്തി തീർത്ത് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് കങ്കണ എന്ന് ബി.ജെ.പിക്ക് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. പഞ്ചാബിൽ കർഷക സമരത്തിൻ്റെ പേരിൽ അക്രമികൾ അക്രമം നടത്തുകയാണെന്നും അവിടെ ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നുണ്ടെന്നും കങ്കണ ഒരു പത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് പറഞ്ഞത്. ബി.ജെ.പിയുടെ ഉന്നത നേതൃത്വം ശക്തമായി നിലനിന്നിരുന്നില്ലെങ്കിൽ കർഷക പ്രക്ഷോഭത്തിനിടെ പഞ്ചാബ് ബംഗ്ലാദേശായി മാറുമായിരുന്നുവെന്നും റണാവത്ത് ഈ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു.
വിവാദമായ 3 കാർഷിക ബില്ലുകൾ പിൻവലിച്ചെന്നും അല്ലാത്തപക്ഷം ഈ കുബുദ്ധികൾക്ക് വളരെ നീണ്ട പദ്ധതിയുണ്ടെന്നും അവർക്ക് രാജ്യത്ത് എന്തും ചെയ്യാമായിരുന്നെന്നും കങ്കണ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പ്രസ്താവന നല്ലതാണെന്ന് മാത്രമേ ഞാൻ പറയൂ. കാരണം ഒടുവിൽ കങ്കണയെ കൊണ്ടു നടന്ന BJP തന്നെ അവർക്കെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞു.